അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അക്കുവൊക്കെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം രാത്രിയുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല ചൂടും അതേപോലെ പവർ കട്ടും ഉണ്ടായിരുന്നു. എന്തായാലും 12:30 വരെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. രാവിലെ 4:45 ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വീട്ടിലേക്ക് എത്തി. സുബഹി നിസ്കാരത്തോടു കൂടിയാണ് അവിടെ നിന്ന് താമസം തുടങ്ങുന്നത്. ഹൗസ് വാമിങ്ങിൻ്റെ അതേ ദിവസം തന്നെയായിരുന്നു കയറി കൂടുന്നതും. ഇപ്പം വരാൻ വേണ്ടി കാത്തിക്കുകയാണ് ഞങ്ങൾ. നല്ല ചൂടുണ്ട് കേട്ടോ. സമയം 5 മണിയൊന്നും ആയിട്ടില്ല, പക്ഷേ 32 ഡിഗ്രി ചൂടുണ്ട് ഈ സമയത്ത്. അങ്ങനെ ഉപ്പ വന്ന് ഡോറൊക്കെ തുറന്ന് ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി അകത്തേക്ക് കയറുകയാണ്. ഷാരിക്ക വലിയൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അതിൻ്റെ പ്രൈസാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും റൈറ്റ് സൈഡിൽ കിച്ചനുമാണ്. അതിൻ്റെ നടുക്കാണ് ഇവർ ഈ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തത്. പിന്നെ ഡൈനിങ് ഏരിയയും ലിവിങ് റൂമും ഒരേപോലെയാണ്. ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. പെണ്ണുങ്ങൾ ഇവിടുന്നും ആണുങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവർക്കുള്ള ചായ ഉണ്ടാക്കുകയാണ് ഇവിടെ. പള്ളി കഴിഞ്ഞ് ആണുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയായിട്ട് നിൽക്കുക. ഓരോരുത്തരും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിപ്പത്തിരി, ഇറച്ചി കേക്ക്, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ചായ കുടിൻ്റെ ഒരു ബഹളമായിരുന്നു അവിടെ നടന്നത്. കുറേ ആളുകളുണ്ടായിരുന്നു, എല്ലാവർക്കും ചായ കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊറാട്ട നമ്മളെ ഏൽപ്പിച്ചതാണ്. അതേപോലെ അതിൻ്റെ പാർട്സ്, ചിക്കൻ പാർട്സിൻ്റെ കറി നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് പണികളവിടെ ബാക്കിയുണ്ട്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം. റൂമുകളിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഓരോരുത്തരും അവിടെ കിടക്കുന്നവരുണ്ട്, റെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, കിച്ചണിൽ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വരുന്നൊരു ഏരിയയാണ്. നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുന്നത് നിസ്കാര റൂം പോലെ ആക്കാമെന്ന്. പിന്നെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് രണ്ടും. ഇതാണ് ഡൈനിങ് ആൻഡ് ലിവിങ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ട് ഓരോരുത്തരായിട്ട് കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ 12 മണിയായപ്പം തിരിച്ച് ഇവിടെ തന്നെ എത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കിൻ്റെ ആൾക്കാർ വളരെ ആക്റ്റീവായിട്ടാണ് അവർ പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. നീണ്ടൊരു ഉറക്കത്തിന് ശേഷം എമിലൂട്ടൻ എണീച്ചിട്ടുണ്ട്. അപ്പോൾ എമിലൂട്ടനെ ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കുകയാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആളുകളെ കണ്ടാൽ പ്രശ്നമുള്ള ആളാണ് നമ്മൾ എമിലൂട്ടൻ. എന്നാലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് പോയി. ഓരോരുത്തർ ചൂടെടുത്തിട്ട് ഭയങ്കര ചൂടായിരുന്നു. 69% ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നത് ആ ദിവസം. പിന്നെ ഇത്രയും ആളുകളൊക്കെ കൂടിയപ്പോൾ കുറച്ചൊരു സമയം 2-3 മണിക്കൂർ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. ഇവരോട് ഞാൻ പറഞ്ഞു വേഗം പോയി ഭക്ഷണം കഴിച്ചാൽ എല്ലാം തീർന്നിട്ടുണ്ട്, നിങ്ങൾ ചിക്കൻ ഫ്രൈ ഒന്നും കിട്ടലുണ്ടാവില്ല. പക്ഷേ അവർക്ക് അതൊക്കെ കിട്ടി എന്നുള്ളതാണ് ആ പറഞ്ഞത്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാദാ ചോറും പച്ചക്കറി, മീൻകറി, സാലഡ്സ്, ഇതൊക്കെയാണ് ഫുഡ്. ആ കൊടുംചൂടിൽ ഇദ്ദേഹം തന്നൊരാശ്വാസം അത് വാക്കുകളിലൊന്നും ഒതുങ്ങുന്നതല്ല. ഒരുവിധം ആളുകളെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണം. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അത് വെച്ചൊരു കളി കളിക്കുന്നുണ്ട്. പിന്നെ ഷെഫി എല്ലാവർക്കും ഇഡ്ഡലി സിപ്പപ്പൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ അടിപിടി.
ഭക്ഷണ വേസ്റ്റുകളൊക്കെ കുഴിച്ച് മൂടുകയാണ് ഇവരെല്ലാവരും കൂടി. എനിക്ക് ആകെ വിഷമം തോന്നിയ കാര്യം, നമ്മൾ 2 കവർ വെച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് വേസ്റ്റ് ഇടാനും അതേപോലെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനും വേണ്ടിയിട്ട്. പക്ഷേ കുറേ ആളുകൾ രണ്ടും മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് കണ്ടോ കൈ കൊണ്ട് വാരേണ്ടൊക്കെ ഒരു സ്ഥിതി വന്നു. അതൊക്കെ ശരിക്കൊരു ബുദ്ധിമുട്ടായ കാര്യമല്ലേ. പിന്നെ മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അനിയനും വൈഫും വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് തിരിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിലേക്കൊക്കെ പോവുകയാണ്.